ഹലോ, എല്ലാ കൂട്ടുകാർക്കും ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് 2024 ഏപ്രിൽ 22 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യം, ലോക ഭൗമദിനം. അത് ഏപ്രിൽ 22 പ്രത്യേകതയാണ്. ലോക ഭൗമദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഏപ്രിൽ 22. അടുത്ത ചോദ്യം, 2024 ഏപ്രിലിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ദീർഘദൂര ക്രൂയിസ് മിസൈൽ. 2024 ഏപ്രിലിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ദീർഘദൂര ക്രൂയിസ് മിസൈലാണ് നിർഭയ്. അപ്പോൾ നിർഭയ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദീർഘദൂര ക്രൂയിസ് മിസൈലാണ് നിർഭയ് എന്ന് പറയുന്നത്. അത് വികസിപ്പിച്ചെടുത്തത് ബംഗളൂരു കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന DRDO ലബോറട്ടറി എയറോനോട്ടിക്കൽ ഡെവലപ്മെൻറ്റ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ് നിർഭയ് എന്ന് പറയുന്ന ദീർഘദൂര ക്രൂയിസ് മിസൈൽ വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം, സ്വീഡനിലെ ലിങ്കോപ്പിംഗ് സർവകലാശാലയിലെ ഗവേഷകർ ആറ്റത്തിൻ്റെ കനത്തിൽ നിർമ്മിച്ച സ്വർണ്ണപ്പാളിയാണ് ഗോൾഡൻ. സ്വീഡനിലെ ലിങ്കോപ്പിംഗ് സർവകലാശാലയിലെ ഗവേഷകർ ആറ്റത്തിൻ്റെ കനത്തിൽ നിർമ്മിച്ച സ്വർണ്ണപ്പാളി എന്താണ് അറിയപ്പെടുന്നത്? ഗോൾഡൻ എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഗോൾഡൻ്റെ കനം എന്ന് പറയുന്നത് നമ്മുടെ തലമുടിനാരില്ലേ, തലമുടിനാരിൻ്റെ 10,00,000 മാത്രം, 10,00,000 തലമുടിനാരിൻ്റെയാണ്. തലമുടിനാരിൻ്റെ 10,00,000 കനം മാത്രമാണ് ഈ ഗോൾഡൻ ഉള്ളത്. ഓക്കെ, അപ്പോൾ സ്വീഡനിലെ ലിങ്കോപ്പിംഗ് സർവകലാശാലയിലെ ഗവേഷകർ ആറ്റത്തിൻ്റെ കനത്തിൽ നിർമ്മിച്ച സ്വർണ്ണപ്പാളിയാണെന്ത്? ഗോൾഡൻ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, 2024 ആശാൻ യുവകവി പുരസ്കാരത്തിന് അർഹനായത്. 2024 ആശാൻ യുവകവി പുരസ്കാരത്തിന് അർഹനായത് സുബിൻ അമ്പിത്തറയിൽ. അടുത്ത ചോദ്യം, 2024 മൂന്നാമത് ലതാ ദീനനാഥ് മങ്കേഷ്കർ പുരസ്കാരം ലഭിച്ചത് അമിതാഭ് ബച്ചനാണ്. 2024 മൂന്നാമത് ലതാ ദീനനാഥ് മങ്കേഷ്കർ പുരസ്കാരം ലഭിച്ചത് അമിതാഭ് ബച്ചൻ. അടുത്ത ചോദ്യം, 2024 ഏപ്രിലിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിനിടെ തകർന്ന ഗാസയിലെ ചരിത്രപ്രസിദ്ധമായ കൊട്ടാരമാണ് അൽബാഷ കൊട്ടാരം. അടുത്ത ചോദ്യം, 3 മുതൽ 6 വയസ്സ് വരെയുള്ള അങ്കണവാടി കുട്ടികൾക്കായി കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം പുറത്തിറക്കിയ പുതിയ പാഠ്യപദ്ധതി. അത് ആദർശശീലയാണ്. 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള അങ്കണവാടി കുട്ടികൾക്കായിട്ട് കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം പുറത്തിറക്കിയ പുതിയ പാഠ്യപദ്ധതിയാണെന്ത്? ആദർശശീല. അടുത്ത ചോദ്യം, 2024 കാൻഡിഡേറ്റ്സ് ചെസ് ടൂർണമെൻറ്റിൽ കിരീടം സ്വന്തമാക്കിയ ഇന്ത്യൻ താരം. 2024 കാൻഡിഡേറ്റ്സ് ചെസ് ടൂർണമെൻറ്റിൽ കിരീടം സ്വന്തമാക്കിയ ഇന്ത്യൻ താരമാണ് ഡി ഗുകേഷ്. അടുത്ത ചോദ്യം, 2024 ചൈനീസ് ഗ്രാൻഡ് പ്രീ ഫോർമുല 1 കാറോട്ട മത്സരത്തിൽ കിരീടം സ്വന്തമാക്കിയത്, അത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ മുൻപ്, മാക്സ് വെസ്റ്റപ്പനാണ്. 2024 ചൈനീസ് ഗ്രാൻഡ് പ്രീ ഫോർമുല 1 കാറോട്ട മത്സരത്തിൽ കിരീടം സ്വന്തമാക്കിയത് മാക്സ് വെസ്റ്റപ്പൻ. താങ്ക് യു.